ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ക്രിയേറ്റീവ് വൈബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിനു മുന്നേ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് മൂന്നാറിലുള്ള ലേക്ക് വ്യൂ റിസോർട്ടിനെ കുറിച്ചിട്ടുള്ളൊരു കുഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ ആ റിസോർട്ടും പരിസരവും മൂന്നാറത്തെ കുറച്ച് വീഡിയോ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് വീഡിയോ കണ്ടു നോക്കാമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ടിലേക്കുള്ള വഴി. അപ്പോൾ വഴി നല്ല വഴി തന്നെയാണ്, ഒരു കുഴപ്പമൊന്നുമില്ലാത്ത നല്ല റോഡ് തന്നെയാണ്. പൊതുവേ നമ്മൾ പല റിസോർട്ടിലേക്കും പോകുമ്പോൾ വഴി അത്ര നന്നാവാറില്ല, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ വഴി കുഴപ്പമൊന്നുമില്ല. ഇത് ശരിക്കും പ്രോപ്പർ മൂന്നാറിലല്ല. മൂന്നാറിലേക്ക് ഇനി ഇവിടുന്ന് ഒരു 10-20 മിനിറ്റ് ഇനിയും ട്രാവൽ ചെയ്യണം, എന്നാലും മൂന്നാറിലെത്തുള്ളൂ. അങ്ങനെ നമ്മളിതാ റിസോർട്ടിലേക്കുള്ള വഴി കാണുന്നുണ്ട്. ഗേറ്റ് എൻട്രൻസ് എത്തി. ഇവിടെ തന്നെ ഒരുപാട് വേറെ റിസോർട്ട് ഉണ്ട്. എലിഫൻറ്റ് പാസേജ് ഉണ്ട്, ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ എലിഫൻറ്റ് പാസേജ് റിസോർട്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അങ്ങനെ നമ്മളിതാ പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ലേക്ക് വ്യൂ റിസോർട്ടിൻ്റെ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞത് ഇതാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഇനി ഇവിടെ കുറച്ചിങ്ങനെ നടക്കാനുള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ട്. മുകളിലേക്ക് വണ്ടി പോകും. നമുക്ക് റൂംസും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ്. അവിടേക്ക് വണ്ടി പോകും, നമുക്ക് വേണമെങ്കിൽ അവിടെ പോകാം. പക്ഷെ അവിടെ പാർക്കിംഗ് ഇല്ല. പിന്നെ നമ്മളിങ്ങനെ മുകളിലേക്ക് പോയിട്ട് ഒരു താഴത്തേക്കൊരു സ്പേസ് ഉണ്ട്. ഇവിടെ ക്യാമ്പ് ഫയർ നടത്താം. പിന്നെ അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഊഞ്ഞാലൊക്കെ കേടുവാൻ നിൽക്കുന്നത് ഒന്നും കാണാനില്ല അവിടെ. പിന്നെ ഇപ്പോഴത്തെ ഊഞ്ഞാലുണ്ട്. അപ്പോൾ ഇനി നമുക്ക് റൂമിലേക്ക് പോവാം. റൂമിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ച് ഹൈറ്റിലാണ് റൂം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകാനുള്ള വഴി നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ പാറയിൽ ഇങ്ങനെ ചെത്തിയെടുത്ത പോലെ ആണ് സ്റ്റെപ്പ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് മുകളിൽ റൂമിലേക്ക് പോവാം. അത്യാവശ്യം സ്റ്റെപ്പ് കയറാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ അവർ തന്നെ റൂമിലേക്ക് എത്തിച്ച് തരും. റൂമിൻ്റെ അവിടേക്ക് വണ്ടി പോവും. ഞാൻ നേരത്തെ കാണിച്ചു തന്ന വഴിയിൽ കൂടെ റൂമിൻ്റെ അവിടേക്ക് പോവാം. പക്ഷേ പാർക്കിങ് താഴെയാണെന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ പാർക്ക് ചെയ്തിട്ട് നമുക്ക് മുകളിലേക്ക് സ്റ്റെപ്പ് കയറി പോവാം. ഈ റിസോർട്ടിലത്തെ എല്ലാ റൂംസും ഈ ഒരൊറ്റ ബ്ലോക്കിലാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ ഇപ്പുറത്ത് കൂടെ ഒരു വഴിയുണ്ട്. അതിൽ കൂടെയാണ് നമ്മൾ എലിഫൻറ്റ് പാസേജ് റിസോർട്ടിലേക്ക് പോകാനുള്ള വഴിയാണത്. അതിൻ്റെ തൊട്ട് മുകളിലാണ് എലിഫൻറ്റ് പാസേജ് റിസോർട്ട് ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ടില്ല. ഇനി നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം.
അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഡീലക്സ്, പ്രീമിയം, ലക്ഷറി റൂം അങ്ങനെ 3 ടൈപ്പിലാണ് റൂം ഇവിടെ ഉള്ളത്. ഇത് പ്രീമിയം ആണ് റൂമുള്ളത്. അപ്പോൾ ഇതിന് വന്നത് ഇൻക്ലൂഡിങ് ടാക്സ് അടക്കം 4000 ആണ്. നമുക്ക് അപ്പോഴത്തെ ഒരു ഓഫർ റേറ്റിൽ കിട്ടിയതാണിത്. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് ഇതിൽ. പിന്നെ ബാക്കി നമുക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ ഇവിടെ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റൂമിലേക്ക് അവർ എത്തിച്ച് തരികയും ചെയ്യും. ഇതാണ് നമ്മൾ ഈ റൂമിൻ്റെ ബാൽക്കണി. ഇതാണ് ഇവിടുന്ന് പുറത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് സൺസെറ്റ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് ഹിൽ വ്യൂ ആണ് ഇവിടെ നോക്കി കാണുന്നത്. ഇനി വേറെ റൂമുണ്ട്, ലേക്ക് വ്യൂ കാണുന്ന വേറെ റൂംസ് ഉണ്ട് ഇവിടെ. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഇനി നമുക്ക് സ്വിമ്മിംഗ് പൂളിൻ്റെ അടുക്കൊന്ന് പോയി നോക്കാം. ഇനി നമുക്ക് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളൊന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള്. നല്ല അത്യാവശ്യം വലുപ്പമുള്ള നല്ലൊരു പൂളാണ്. അപ്പോൾ നല്ല ക്ലീനൊക്കെ ആയിട്ടുള്ളൊരു പൂൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ പൂളിൻ്റെ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സൺസെറ്റ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞങ്ങൾ ചെന്ന് അന്നത്തെ സൺസെറ്റ് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നല്ലൊരു റെയിൻബോ ആയിട്ടാണ്. അന്ന് നല്ലൊരു മഴക്കാറുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ കണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇവിടുത്തെ വിശേഷങ്ങൾ. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം മൂന്നാറിലേക്ക് പോയി. അവിടുത്തെ കുറച്ച് വീഡിയോ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ കണ്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.